ഓർഡർ ചെയ്യൂ, ഉടൻ വീട്ടിലെത്തും. എപ്പോ വേണോ അപ്പോ. സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ 200-ൽ പരം വർഷം പഴക്കമുള്ള 100-ലേറെയുള്ള ക്യാമറകളുടെ പ്രദർശനം വീട്ടിലൊരുക്കിയിരിക്കുകയാണ് തിരൂർ നടുവിലങ്ങാടി സ്വദേശി പാലക്കാവളപ്പിൽ ഷറഫുദ്ദീൻ എന്ന 55-കാരൻ. 30 വർഷത്തിലധികമായി ക്യാമറ ഫോട്ടോഗ്രാഫി രംഗത്ത് നിറസാന്നിധ്യമാണ് ഷറഫുദ്ദീൻ. 30 വർഷത്തിലധികമായി ക്യാമറ ഫോട്ടോഗ്രാഫി രംഗത്ത് നിറസാന്നിധ്യമാണ് ഷറഫുദ്ദീൻ. വല്യപ്പ റഹ്മാനും പിതാവ് ബാപ്പുവും ഫോട്ടോഗ്രാഫർമാരായിരുന്നു. ജില്ലയിലെ ആദ്യത്തെ സ്റ്റുഡിയോ റഹ്മാൻ സ്റ്റുഡിയോ ആരംഭിച്ചതും തിരൂരിലായിരുന്നു. ഷറഫുദ്ദീന്റെ സഹോദരങ്ങളായ ബാവ, ബഷീർ, സലാം എന്നിവരും തിരൂരിലും അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർമാരാണ്. 5 തലമുറകളിലായി 40 ഫോട്ടോഗ്രാഫർമാർ ഇന്നും ഈ രംഗത്തുണ്ട്. 20ഓളം സ്റ്റുഡിയോകളും ജില്ലയിലും വിദേശത്തുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഷറഫുദ്ദീന് താനൂരും പരപ്പനങ്ങാടിയിലും സ്റ്റുഡിയോകളുണ്ടായിരുന്നു. ചലച്ചിത്ര താരങ്ങളായ ശ്രീനിവാസനും മാള അരവിന്ദുമായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. ഫറാസിയ, ഷുവർഷോട്ട, മാമിയ, യാഷിക, റോളക്സ്, കിൻസൺ തുടങ്ങിയ പഴയകാല ക്യാമറകളുടെ ശേഖരവും കൗതുകവും വിജ്ഞാനവും പകരുന്നതുമാണ്. ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായിട്ട് കുറച്ച് പ്രദർശനമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 200 കൊല്ലം മുന്നേ പഴക്കമുള്ള എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ ഉള്ള ക്യാമറകളൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ സ്റ്റുഡിയോ പാപ്പു സ്റ്റുഡിയോ എന്നായിരുന്നു. റഹ്മാൻ സ്റ്റുഡിയോ ആയിരുന്നു എൻ്റെ വല്യപ്പാൻ്റെ ഉപ്പാൻ്റെ ഒപ്പം ഫോട്ടോഗ്രാഫറാണ്. ഞങ്ങളിപ്പോൾ 5 തലമുറ ഫോട്ടോഗ്രാഫർമാരാണ്. ഞങ്ങൾ ഏട്ടനഞ്ഞന്മാർ 4 പേരുണ്ട്. അതിൽ ഒന്ന് ജ്യേഷ്ഠൻ ബാവ, പിന്നെ ഒന്ന് ബഷീർ, ഒന്ന് എൻ്റെ അനിയൻ സലീം, പിന്നെ ഒന്ന് ഞാനാണ് ഷറഫുദ്ദീൻ. എനിക്ക് 2 സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഒന്ന് പരപ്പനങ്ങാടി ഉണ്ടായിരുന്നു, ഒന്ന് താനൂരും ഉണ്ടായിരുന്നു. പിന്നെ ജ്യേഷ്ഠനക്ക് പൂങ്ങോട്ടുണ്ടായിരുന്നു, അനിയനക്ക് സിറ്റി ജംഗ്ഷനിൽ, ബഷീർ എന്ന് പറഞ്ഞ ആൾ വീഡിയോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓവർബ്രിഡ്ജിൻ്റെ താഴത്തായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 150-200 കൊല്ലം പോലായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ആയിട്ടുള്ളത്. 40ഓളം ഫോട്ടോഗ്രാഫർമാരുണ്ട് ഞങ്ങളെ കുടുംബത്തിൽ മൊത്തം. പിതാവ് ബാപ്പു, ജവഹർലാൽ നെഹ്റു, ജയലളിത, യേശുദാസ് എന്നിവരുടെയൊക്കെ ഫോട്ടോ എടുത്തിരുന്നതായി ഷറഫുദ്ദീൻ പറയുന്നു. ബാപ്പ ജവഹർലാൽ നെഹ്റു നമ്മളെ പൊന്നാനി മലപ്പുറത്ത് വന്നിട്ട് ബാപ്പ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതേമാതിരി CH മുഹമ്മദ് കോയ പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളൊക്കെ ഉണ്ട്. പിന്നെ ജയഭാരതി തുഞ്ചമ്പറമ്പിൽ വന്നതെന്ന് നമ്മളെ കമറുനീസ അൻവർ, യേശുദാസ് അവരൊക്കെ പാടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ട് ബാപ്പ. കാഴ്ചക്കുറവ് വന്നതോടെ ഫോക്കസ് നോക്കുന്നതിനായി കൂടെ കൊണ്ടുപോയിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഫോട്ടോഗ്രാഫിയോടുള്ള കമ്പം. ബാപ്പാൻ്റെ ഒപ്പം പോയിട്ട് ഞങ്ങൾ പഠിച്ചതാണ്. ബാപ്പാക്ക് ഫോക്കസ് ചെയ്യാൻ കണ്ണുകൊണ്ട് കാഴ്ച ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളാണ് ഫോക്കസിങ് ചെയ്തു കൊടുക്കുക. ഞങ്ങൾ ചെറുപ്പമായതുകൊണ്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് കൊടുക്കും. ബാക്കിയൊന്നും ബാപ്പ ഞങ്ങളെ തൊടിക്കില്ല. ബാക്കി ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ചെയ്തിട്ട് ബാപ്പാൻ്റെ കാലശേഷമൊക്കെയാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഞാനും എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പോയിട്ടുള്ളത്. ഞങ്ങളെ മെയിൻ വർക്ക് സ്കൂളത്തെ ഗ്രൂപ്പ് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ ഫോട്ടോ ഇപ്പോഴും ഒരു കളർ ഫോട്ടോ കിട്ടൂല. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇനി ഇറങ്ങിയാലും കിട്ടൂല. പുതിയ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആർക്കും ഫോട്ടോ എടുക്കാം. ഏത് ചെറിയ കുട്ടികൾക്കും ഫോട്ടോ എടുത്ത് ഇനി കുറച്ച് കണ്ണ് വെട്ടിയാലും വേറെ ഫോട്ടോ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടൊക്കെ ഇടാം. മറ്റതൊന്നും അത് പറ്റൂല. മാനുവൽ ടൈപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കളിയും പറ്റില്ല. അത് കണ്ണ് വെട്ടിയാൽ ഞങ്ങൾക്ക് കഴുകി നോക്കിയാലേ സമാധാനമുള്ളൂ. എന്നിട്ട് അത് എന്തെങ്കിലും അബദ്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2ാം പേര് ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വരണം. അന്നൊന്നും 2ഉം 3ഉം 10ഉം ഫോട്ടോ എടുക്കില്ല. ഫിലിം 12 ഫിലിമാണ് ഉണ്ടാകുക. അതുമാതിരി കല്യാണത്തിന് പോയാൽ താലി ഇടണതും മാല ഇടണതൊക്കെ ആയാൽ ഞങ്ങൾക്കത് കഴുകോളം ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും വേണ്ടില്ല, കളറായാലും വേണ്ടിയില്ല, കഴുകോളം ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്കൊരു അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല. 4 പെൺമക്കളിൽ ഷാക്കിയ മൾട്ടിമീഡിയ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നഫീസയാണ് ഭാര്യ. ഷാന, ഷാബി, ഷിമി, ഷാക്കിയ എന്നിവരാണ് മക്കൾ.